നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും വളരെ പ്രാധാന്യത്തോടെ കൊടുത്തൊരു വാർത്തയാണ് പാലത്തായി കേസിലെ പത്മരാജൻ എന്ന ഒരു BJP നേതാവായിരുന്നു. അദ്ദേഹമായിരുന്ന വ്യക്തിയെ മരണം വരെ ജീവപര്യന്തം തടവിൽ ശിക്ഷിച്ചതൊക്കെ. എന്നാൽ അതിന് ശേഷം പലപ്പോഴും കേസിൻ്റെ വിധി വന്നാൽ പിന്നെ ഒന്നും സംഭവിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ നിരന്തരമായി ഇതിനെ സംബന്ധിച്ച് തർക്കങ്ങളിൽ ഏർപ്പെടുന്നു. CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു അംഗം വളരെ വിചിത്രമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? ശരിക്കും കോടതി വിധി വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു തർക്കം. ഈ പാലത്തായി കേസ് ഒരുപക്ഷെ കേരളീയ നിയമവ്യവസ്ഥയിൽ ഈ തങ്കലിപികൾ എഴുതി വെക്കേണ്ട ഒരു കേസാണ്. എങ്ങനെ ആണ് നമ്മുടെ നിയമവ്യവസ്ഥ മാറിപ്പോകുന്നത്, എങ്ങനെയാണ് സമുദായ ശക്തികൾ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇടപെടുന്നത് എന്നതിനൊക്കെയുള്ള തെളിവാണ് ഈ പാലത്തായി കേസ്. എനിക്ക് ഈ പത്മരാജൻ എന്ന് പറയുന്ന മുൻ BJP നേതാവെന്ന് അവകാശപ്പെടുന്നു അയാൾ ശരിക്കും BJP നേതാവൊന്നും അല്ല. പണ്ട് BJPയുടെ ചില പദവികളിലേക്ക് ഇരുന്നത് മാത്രം വലിയ പദവിയൊന്നും ലോക്കലായിട്ടുള്ള നേതാവ് ആണ്. അപ്പം ഈ പത്മരാജന് മരണം വരെ തടവ് എന്ന വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയ ആളുകളിൽ ഒരാൾ ഞാനാണ്. കാരണം ഈ പാലത്തായി കേസ് ഉണ്ടാകുന്ന 2020-21 കാലഘട്ടത്തിൽ ഈ കേസിൽ വാർത്താപരമായി ധാരാളം ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. രാജ്മോഹൻ അന്ന് മറന്നാലില്ല, രാജ്മോഹൻ അന്ന് ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഈ നമ്മുടെ സിദ്ദിഖാപ്പൻ കേസിൽ അവർ കാണിച്ചൊരു താല്പര്യമുണ്ട്. ഈ SDPI ഈ പോപ്പുലർ ഫ്രണ്ട് ആളുകൾ കാണിച്ചൊരു താല്പര്യമുണ്ട്, അമിത താല്പര്യം. അതേമാതിരിയുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഒരു അമിത താല്പര്യം അതേ ശക്തികൾ പാലത്തായി കേസിൽ കാണിച്ചിരുന്നു. അപ്പം ഞാൻ ഈ പാലത്തായി കേസ് സാധാരണ ഇഷ്ടം പോലെ പീഡന കേസുകൾ, പോക്സോ കേസുകൾ ഉണ്ടാവാറുണ്ട്. അതിപ്പം BJP നേതാവും കോൺഗ്രസ് നേതാവും CPI നേതാവും ഒക്കെ പീഡിപ്പിച്ച് നമ്മൾ വരുന്നുണ്ട്. മദ്രസയിലെ ഉസ്താദുമാരെ, പള്ളിയിലെ അച്ഛന്മാർ, നിരന്തരമായി ഇത്തരം ഈ ക്ലർജിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഈ പുരോഹിതന്മാരെ ബന്ധപ്പെട്ട ഇഷ്ടംപോലെ. അത് ഏറ്റവും കൂടുതൽ പോക്സോ കേസിൽ പ്രതികളാവുന്നത് ഈ ഉസ്താദുമാരാണ്, മദ്രസയിലെ അധ്യാപകരാണ്. പള്ളിയിലെ അച്ഛന്മാർ മോശമല്ല, പല അവിടെയും ഇവിടെയൊക്കെ പൂജാരിമാരുടെയും നമ്മൾ കേൾക്കാറുണ്ട്. ഇത് മൂന്ന് സംഭവിക്കാറുണ്ട്. ഈ മദ്രസ ഉസ്താദുമാർ കൂടുതൽ വരാൻ കാരണം കൃത്യമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി അവർക്ക് ഉള്ളത് കൊണ്ടാണ്, മറ്റാർക്കും ഇല്ല. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിക്ക് സൺഡേ സ്കൂൾ ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു രാവിലത്തെ രണ്ടാമത്തെ കുർബാന കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറാണ് ഞങ്ങളുടെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഈ സമയത്ത് പരസ്യമായി നമ്മുടെ സ്കൂളുകളിൽ തന്നെയായിരിക്കും. അതായത് മദ്രസ എന്ന് പറയുന്ന പോലെ സെപ്പറേറ്റ് അല്ല, മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളിലായിരിക്കും നമ്മുടെ ക്ലാസ് നടക്കുന്നത്. അത് മാത്രമല്ല സ്കൂൾ പോലെ അങ്ങ് പോവുകയും ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല, മദ്രസ എന്ന് പറയുന്നത് ദിവസമുള്ള സാധനം ആയതുകൊണ്ടും അതുകൊണ്ടാണ് ഈ എണ്ണം കൂടുതൽ വരുന്നത്, അവരുടെ എണ്ണം കൂടുതലുള്ളത്. അപ്പം എനിവേ, അപ്പം അത്തരത്തിൽ ഉള്ള ഒരു സാധാരണ കേസിന് അപ്പുറത്തേക്ക് ഇതിന് പ്രാധാന്യം വരാൻ കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും അവരെ പിന്തുണയ്ക്കുന്ന ചില ബാഹ്യശക്തികൾക്കുമുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ്. ആദ്യ കാലങ്ങളിൽ ഇടപെട്ടതും ഇവർ തന്നെയായിരുന്നു. ആദ്യം അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കണം. ഈ കേസിൽ ഇടപെടുകയും പത്മരാജൻ മാസ്റ്ററിൻ്റെ ഒരു നിരപരാധിത്വത്തെക്കുറിച്ച് അക്കാലത്ത് വീഡിയോ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴല്ല, ഈ കേസിൻ്റെ തുടക്കകാലത്ത് ഒന്നിലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കാത്തിരുന്നത് ഈ കേസിൻ്റെ ഒരു ശുഭാന്ത്യം എന്ന് പറയുന്നത് വിചാരണ കോടതി വെറുതെ വിട്ടിട്ട് കേസെടുത്ത പോലീസിനെ ചീത്ത വിളിക്കുന്നത് ഞാൻ കരുതിയിരുന്നു. ഞാൻ ഷോക്കായിപ്പോയി. അയാൾക്ക് ജീവപര്യന്തം വിധിക്കുക മാത്രമല്ല മരണം വരെ ജീവപര്യന്തം. അതായത് 20 വർഷം മറ്റ് തടവുകൾ കൊടുത്ത 20 വർഷത്തിന് ശേഷം ജീവപര്യന്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞത് അയാൾ ഒരു 34-40 വർഷം, 40 കാണും, 40 കഴിഞ്ഞ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതിൻ്റെ പശ്ചാത്തലം ഇത് കേവലം ഒരു പീഡന കേസല്ല, ഇതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു കേസാണ്. അപ്പം തന്നെ ആദ്യം പശ്ചാത്തലം ഉണ്ടാണ്. ആദ്യം ഇങ്ങനെ പരാതി വരുന്നു. അതായത് ഈ അവിടെ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പോക്സോ കേസാണ്, നമ്മൾ ഒരു കാരണവശാലും ബന്ധങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പോൾ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലും കൂടി പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസുണ്ടാവുന്നു. ഈ കേസിൽ പത്മരാജൻ അറസ്റ്റിലാവുന്നില്ല ആദ്യഘട്ടത്തിൽ. അപ്പോൾ സാധാരണഗതിക്ക് ഈ പോക്സോ കേസിൽ ഒരാരോപണം ഉണ്ടായാൽ ആ സെക്കൻഡിൽ തന്നെ അറസ്റ്റിലാകും. അറസ്റ്റിലാകാതിരിക്കാൻ കാരണം ഈ കേസുണ്ടായപ്പോൾ പരാതി കൊടുത്തപ്പോൾ ലോക്കൽ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തിയപ്പോൾ ഈ അധ്യാപകൻ അയാളുടെ ഒരു ബന്ധുവിൻ്റെ ചികിത്സാർത്ഥം അവധിയെടുത്തിട്ട് ആ ആഴ്ചകളിലെല്ലാം തന്നെ, ഈ പീഡനം ഉണ്ടായി എന്ന് പറഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ കോഴിക്കോട് ഒരു ആശുപത്രിയിലായിരുന്നു. അവിടെ ഒരു ബന്ധുവിന്റെ ചികിത്സ എല്ലാം ഉണ്ട്. അപ്പൊ ആ കാരണങ്ങളാൽ മാത്രമല്ല, ഇവിടെ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ
മേഖലയാണ്. ആ സ്കൂളിലും കൂടുതൽ വിദ്യാർത്ഥികളും മുസ്ലിങ്ങളാണ്. ഇയാൾ ഒരു BJP-കാരനും RSS-കാരനുമായ ഒരു സാഹചര്യമുണ്ട്. ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകുന്ന 2019 ഈ വലിയ തോതിലൊരു ധ്രുവീകരണം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. ഇപ്പം എനിക്ക് വിഷമത്തോടെ ഞാൻ കാണുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ളൂ, എനിക്ക് മുസ്ലിം വിശ്വാസികളോടോ മുസ്ലിം മതത്തോടോ ഒരു പിണക്കമുള്ള, ഇനി ഒരുപാട് പേരെ ഞാൻ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഈ പലപ്പോഴും ആദരിക്കപ്പെടുന്ന ആളുകൾ പലരും, അതുപോലെ തന്നെ ആരിഫിനെ പോലെ ഇവരൊക്കെ കടുത്ത മുസ്ലിം വിരോധികളാണ്. പക്ഷെ എനിക്കങ്ങനെ മുസ്ലിം വിരോധമില്ല. ഞാൻ ഇസ്ലാം മതത്തിൻ്റെ അകത്തുള്ള റാഡിക്കൽ ഇസ്ലാമിനെ കുറിച്ച് മാത്രം ഞാൻ രാഷ്ട്രീയം പൊളിറ്റിക്കലിസം. എന്നിട്ടും ചില വിഷയം വരുമ്പോൾ ഈ കേവലം ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് അപ്പുറത്തേക്ക് മുസ്ലിം സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു വെറുപ്പ് രൂപീകരിക്കപ്പെടും. അങ്ങനെ ഇരയായിട്ടുള്ള ആളാണ്. അതിലൊന്ന് പൗരത്വ ഭേദഗതി നിയമമായിരുന്നു. ഞാനതിന് അതിൻ്റെ ഒരു അളവുകോലുണ്ട്. എനിക്ക് അളവുകോൽ എന്ന് പറഞ്ഞത് പല ആളുകളുണ്ട്. ഒന്ന്, കുറ്റ്യാടിയിലെ ഒരു ഷംസീർ കുറ്റ്യാടി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല, പലതവണ സംസാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള ബന്ധമാണ്. ഈ ഷംസീർ കോൺഗ്രസ്സുകാരനാണ്. അവിടെ ഒരു കച്ചവടം നടത്തുക. അവിടെ തന്നെ കട നടത്തുന്ന ആളാണ് ഷംസീർ. കുറ്റ്യാടിയിൽ നല്ല കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം എൻ്റെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം മറുനാടനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും തുടങ്ങിയെന്ന് മതി 18 കൊല്ലം എടുത്ത് വായിക്കുന്നത്. പക്ഷേ ഈ പലപ്പോഴും BJP-ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന പരാതി അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം മറുനാടിനെ വെറുത്തിട്ടില്ല. പക്ഷെ പൗരത്വ ഭേദഗതി നിയമസമയത്ത് ഇയാൾ മറുനാടിനെ എന്നെ വെറുത്തു. എന്നിട്ട് ഇയാൾ പോസ്റ്റ് ഇട്ടു. ഭയങ്കര വിഷമമുണ്ടായി. ഈ കെട്ടകാലത്തെ ഈ കെട്ടകാലം, ഇതൊരു കെട്ടകാലം, ഈ കെട്ടകാലത്തെ ശാപമാണ് ഷാജൻ സ്കറിയ എന്ന് ഇയാൾ പോസ്റ്റ്. ഭയങ്കര വിഷമമുണ്ടായി. വളരെ അടുത്ത സുഹൃത്താണ്. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷംസീറെ, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാലം ഉണ്ടാവും, കാലം തെളിയിച്ചു. പിന്നീട് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന കണ്ടു. ഏതോ ഒരു വിഷയം വന്നപ്പോൾ, വഖഫോ മറ്റൊരു വിഷയം വന്നപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന കുറച്ചാളുകൾ മനുഷ്യനെ ഭയപ്പെടുത്തിയതാണ്, ഇവിടെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇറക്കി വിടുമെന്ന് ഭയപ്പെടുത്താം, ഇദ്ദേഹം തന്നെ ഇട്ടിരിക്കുന്ന കണ്ടു. സ്വയം മനസ്സിലാക്കി. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഇതേപോലെ ഭിന്നിക്കുന്നത് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, അതായത് ഈ പറയുന്ന ഈ പത്മരാജ മാഷ് പാലത്തായി കേസിലെ വിധി വന്നതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പോസ്റ്റ് ഇട്ടു. ആദ്യത്തെ ദിവസം ഞാൻ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വളരെ കരുതലു, കാരണം കോടതിയാണത്, കോടതിയുടെ ഒരു വിധിക്കെതിരെ നമുക്ക് പറയാൻ പാടില്ല. പക്ഷേ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ എൻ്റെ ഒരു ഇച്ഛാഭംഗം രേഖപ്പെടുത്തി. ഇത് കണ്ടിട്ട് അദ്ദേഹം എനിക്ക് എഴുതി, നിങ്ങളെ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനൊരാളാണെന്ന്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോഴും നിങ്ങൾ ഇത്രയും മോശമൊക്കെ, നിങ്ങളെ സംഖ്യകളുടെ അച്ചാരം വാങ്ങി നിങ്ങൾ വൃത്തികേട് കാണിക്കുന്നു, ഇതുപോലൊരു പാവപ്പെട്ട പെൺകുട്ടിയെ പിച്ചി ചീന്തിയിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് വിഷലിപ്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, നമ്മൾ ഇനി കാരണം നിങ്ങൾ അതും ഞാനെന്തോ സാമ്പത്തിക ഇടപാട് നടത്തിയ തരത്തിൽ എനിക്ക് വിഷമം വന്നു. ഞാൻ ഷംസീറിനോടുള്ള സൗഹൃദം തൽക്കാലത്തേക്ക് നിർത്തി. പക്ഷേ ഞാൻ ബ്ലോക്ക് ചെയ്തില്ല. ഞാൻ ഷംസീറിനോട് ഇത്രയും പറഞ്ഞു, ഷംസീറെ, ഈ കേസിന്റെ ഹൈക്കോടതി വിധി വരുമ്പോൾ ഇനി നമ്മൾ എന്ത് സംസാരിച്ചു, മറ്റേ കേസിൽ പിന്നീട് കാലം തെളിയിച്ചതുപോലെ ഈ കേസിന്റെ ഹൈക്കോടതി വിധി വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. അന്ന് ഷംസീർ പറയും ഞാനായിരുന്നു ശരിയെന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഒരു കാരണം നമ്മൾ ഇതിലേക്ക് പറഞ്ഞു. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, ഇയാളൊരു സംഘി മനസ്സുള്ള അയാളുടെ ക്ലാസ്സിൽ സംസാരിച്ചു. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം പെൺകുട്ടികളുടെയിൽ ഇയാൾ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ഇയാൾ സംസാരിച്ചു. ഇത് വലിയ തോതിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഇയാളുടെ എതിർപ്പുണ്ടാക്കി. അന്ന് ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യം ചെയ്യലുകളും ബഹളങ്ങളും ഒക്കെ ആ സമയത്തുണ്ടായി. ഇദ്ദേഹത്തിനെതിരെ വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം ശക്തമായ സ്വാധീനം. അന്ന് സ്കെച്ച് ചെയ്തതാണ് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കേസുണ്ടാക്കി പുറത്താക്കണമെന്ന്. അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ഈ കേസെന്നാണ് പരിഗണിക്കപ്പെടുന്നത്. പിന്നീട് വൈകാതെയാക്കി കേസ് വരുന്നു, പോലീസ് രേഖകൾ പരിശോധിക്കുന്നു. യാതൊരു വിധത്തിലും ഈ കേസിൽ ഈ പെൺകുട്ടി ആരോപിക്കുന്നത് നിലനിൽക്കത്തില്ല എന്ന് അവർ മെഡിക്കൽ പരിശോധന നടത്തി. അതിൻ്റെ അകത്തൊന്നുമില്ല, തെളിവുകൾ നടത്തി, ഒന്നുമില്ല. അങ്ങനെ അടിമുടി കേസ് നടത്തിയിട്ട് ചെയ്തില്ല. പക്ഷേ പ്രക്ഷോഭം ആരംഭിക്കുന്നു SDPI. ഭയങ്കര പ്രഷർ വരുന്നു. അന്ന് ഈ അന്നത്തെ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ. ഇന്ന് ശൈലജ ടീച്ചറിനെതിരെ ഇവർ പലരും ചീത്ത വിളിക്കുന്നുണ്ട്.
ശൈലജ ടീച്ചർ അന്ന് ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് വിശ്വസിച്ച് ആവശ്യമില്ലാത്ത നിയമ നടപടി എടുക്കേണ്ടത് അഭിപ്രായക്കാരനാണ്. മാത്രമല്ല അന്നത്തെ ആ കൗൺസിലർമാരെ കുട്ടി എന്തോ മാനസികമായി പീഡിപ്പിച്ചു, ആ കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സസ്പെൻഡ് ചെയ്തവരെ. അപ്പം ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ സാധാരണഗതിക്ക് ലോക്കൽ പോലീസിൽ കേസ് അന്വേഷിച്ചിട്ട് പരാജയപ്പെട്ടാൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ച് അടിമുടി പരിശോധിച്ചു, എല്ലാ രേഖകളും പരിശോധിച്ചു. പെൺകുട്ടിയെ പലതവണ സ്റ്റേറ്റ്മെന്റ് എടുത്തു, പലതവണ മൊഴിയെടുത്തു. ഒരു വനിത SP കൊണ്ട് മൊഴിയെടുപ്പിച്ചു. ഒരുപക്ഷെ ഒരു പോക്സോ കേസിലും ഇല്ലാത്ത വിധത്തിൽ അനേകം തവണ മൊഴിയെടുത്തു, അനേകം സാക്ഷികളെ കണ്ടു. എല്ലാ തെളിവും പരിശോധിച്ചിട്ട് മനസ്സിലാക്കി ഇത് കള്ളക്കേസാണെന്ന് ബോധ്യമായി. ക്രൈംബ്രാഞ്ചും ഈ കേസിൽ കൊടുത്ത റിപ്പോർട്ട് ഇത് വ്യാജമാണ് എന്നുള്ളതായിരുന്നു. അതിൻ്റെ തെളിവായിട്ടാണ് അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി ശ്രീജിത്ത് ഒരു ഫോൺ സംഭാഷണം ആ ഫോൺ സംഭാഷണം ഓർക്കണം എന്താണെന്നുള്ളത്. ഒരാൾ വിളിച്ച് ശ്രീജിത്തിനോട് ചോദിക്കുന്നു എന്താണ് ഈ കേസെന്ന്. ശ്രീജിത്ത് അത് വള്ളി പുള്ളി വിടാതെ വിശദീകരിക്കുകയാണ്. അപ്പം ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഞാൻ അന്ന് ശ്രീജിത്തിന്, അപ്പം എനിക്ക് വളരെ, ഞാൻ അതോടുകൂടിയാണ് ഞാൻ ഈ യഥാർത്ഥത്തിൽ ഈ കേസിൽ ഈ പത്മരാജൻ നിരപരാധിയാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഞാൻ വരുന്നത്. ശ്രീജിത്തിന് വിശദീകരണം ഞാൻ ശ്രീജിത്തിനെ വിളിച്ച് ചോദിച്ചു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരാളെ വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ തുറന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഔദ്യോഗിക പദവിയിലിരിക്കുന്ന അത് അന്വേഷണത്തിരിക്കുന്ന കേസിലേക്ക്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അന്നത്തെ കഥ ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദത്തിലൊന്നുമല്ല. കാരണം അദ്ദേഹം ഉയർന്നു പോയി. എന്നോട് 2023 സർക്കാർ വേട്ടയാടണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേടി, ഞാനുമായിട്ട് പരിചയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അതിന് ശേഷം പ്രത്യേകിച്ച് അന്ന് പോലീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയുണ്ടല്ലോ. ഈ അജിത് കുമാറിന്റെ എതിർ ഗ്രൂപ്പാണ് ശ്രീജിത്ത്. അപ്പോൾ അജിത് കുമാർ ഈ മുഖ്യമന്ത്രി അടുത്ത് എന്ന് പറഞ്ഞു കൊടുത്തു ഞാനും ശ്രീജിത്തും തമ്മിൽ സംബന്ധിച്ചു. അതുകൊണ്ട് ആ കേസിന് ശേഷം ഞാൻ 3 പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളൂ, 3 തവണ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അല്ലാത്ത സമയത്ത് മാധ്യമപ്രവർത്തകരായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്നതാണ്. എല്ലാവരോടും ഇപ്പോഴും നല്ല ബന്ധമെന്ന് തോന്നുന്നു. എന്നോട് നല്ല സൗഹൃദമായിരുന്നു. പക്ഷേ ഈ 2023 എനിക്കെതിരെ തുടർച്ചയായി കേസെടുത്തതിന് ശേഷം എൻ്റെ 3 കോളും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ജീവിതത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ഞാനിപ്പോൾ അദ്ദേഹം ഇപ്പം ശബരിമലയിലാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞത് ഷാജൻ, ഈ കേസിൽ ഒരു വ്യാജ കേസാണ്, പക്ഷെ അതിശക്തമായ സമ്മർദ്ദം വരികയാണ്. ഈ സകലെടുത്തും സമ്മർദ്ദം വരികയാണ്. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത്, ആഭ്യന്തരമന്ത്രി പറയുന്നത് നിയമത്തിന് വഴിക്ക് പോട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇത് വല്ലാത്ത ഒരു വികാരമായി മാറുകയും ഇതൊരു ജാതി ധ്രുവീകരണം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇതിങ്ങനെയാണ് ഇതെന്ന് ആളുകൾ അറിഞ്ഞിരിക്കൊണ്ട് അവർ റെക്കോർഡ് ചെയ്യുന്നറിയാം, അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതി തന്നെയാണ് പർപ്പസായിട്ട് പറഞ്ഞാണ് എന്നോട് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ പാലത്തായി അപ്പം ഞാൻ ഇന്നലെ എല്ലാവർക്കും ഒരു ശ്രീജിത്തിനോട് ബഹുമാനം തോന്നി. എന്നാൽ ഇപ്പോൾ ഈ പാലത്തായി കേസിൽ പത്മരാജൻ ശിക്ഷിക്കപ്പെടുമ്പോൾ ഈ പത്മരാജനെ അനുകൂലിക്കുന്നവർ പറയുന്നത് യഥാർത്ഥത്തിൽ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നു ശ്രീജിത്ത് പറഞ്ഞതെന്നാണ്. അപ്പം അതെങ്ങനെ അവരുടെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസിൻ്റെ എല്ലാ പഴുതുകളും തുറന്നു പറയുന്നു. അപ്പോൾ ആ പഴുതുകളെല്ലാം അടച്ച് വീണ്ടും ചെയ്തു. അതുകൊണ്ട് ശ്രീജിത്തുമായിട്ടുള്ള സംഭാഷണമാണ് വാസ്തവത്തിൽ പത്മരാജനെ കുരുക്കാക്കി മാറ്റിയത് എന്നാണ് ഇപ്പോൾ പത്മരാജനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. മുമ്പേ തീവ്രവാദി ആക്രമണം നടന്ന സമയത്ത് അന്ന് അവിടുത്തെ മാധ്യമങ്ങൾ ചാനലുകൾ ചെയ്തത് ഈ താജ് ഹോട്ടലിൽ എവിടെയൊക്കെ ഒളിച്ചിരിക്കുക എല്ലാ സംവിധാനങ്ങളും എന്താണെന്നുള്ളതെല്ലാം അവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് തീവ്രവാദികൾക്ക് അതിന്റെ ബദൽ നടപടി അപ്പോൾ തന്നെ സ്വീകരിക്കാൻ അവർ കഴിഞ്ഞു. അപ്പം അതാണ് പറയുന്നത്. അത് എന്തുമാവട്ടെ, എനിക്ക് അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് പറഞ്ഞ ആളല്ല. അപ്പോൾ എന്തായാലും കേസ് പോയി. ഈ 2 അന്വേഷണവും, അത് ക്രൈംബ്രാഞ്ച് അന്വേഷണവും ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലും എല്ലാ അർത്ഥത്തിലും കേസ് നിലനിൽക്കത്തില്ലെന്ന് തിരിച്ചറിയുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണം SIT ഇപ്പോഴത്തെ പ്രത്യേകതയാണല്ലോ, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. വളരെ വിചിത്രമാണ്. ഇപ്പോൾ SIT ഇത്ര പ്രസക്തമായിരിക്കുന്നത് ശബരിമല ഹൈക്കോടതി നിയോഗിച്ചുകൊണ്ട്. പക്ഷെ ഈ പിണറായിയുടെ പോലീസ് ഒരു SIT വെച്ചാൽ സ്ഥിതി തന്നെ ആലോചിക്കുക. നമ്മുടെ എല്ലാവരും കാര്യത്തിൽ SIT ഉണ്ടല്ലോ. ലോക്കൽ പോലീസ്, അതെ, നമ്മുടെ കാര്യത്തിൽ ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ മുകളിൽ ഇതേ ലോക്കൽ പോലീസിൽ തന്നെ പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ട കുറച്ചു പേരെ എടുത്ത് ഒരു SIT ഉണ്ടാക്കി. ആ SIT ലീഡ് ചെയ്തിരുന്ന ആളാണ് രത്നകുമാർ, ഇപ്പോൾ സ്ഥാനാർത്ഥി. അതേ രത്നകുമാറാണ് നമ്മുടെ നവീൻ ബാബു കേസിൽ ഈ PPTVയെ സംരക്ഷിക്കാൻ വേണ്ടി റിപ്പോർട്ട് എഴുതി കൊടുത്ത്. അതായത് അത്ര ഒരാളിൽ മാത്രം, ദിവ്യ മാത്രം കൊടുത്ത്, അതും ആത്മഹത്യാ പ്രേരണ എന്നൊക്കെ വേണേ അവിടെ ഇടം തൊടാതെ എഴുതി സേവ് ചെയ്ത് കൊടുത്ത ആളാണ് ഈ രത്നകുമാർ. പ്രതിഫലമായി അദ്ദേഹത്തിന്. അപ്പൊ ഈ മനുഷ്യനെ അവിടേക്ക് അന്വേഷണ സംഘത്തെ ചുമതലയേക്കുന്നു. കംപ്ലീറ്റ്ലി ശ്രീജിത്ത് പറഞ്ഞ എല്ലാ പഴുതുകളും അടച്ച് ആ പെൺകുട്ടിയുടെ വീണ്ടും പലതവണ മൊഴിയെടുത്ത പെൺകുട്ടിയുടെ മൊഴികളെടുത്ത്
വ്യാജരേഖകൾ സൃഷ്ടിച്ച് എന്ന് പറയാവുന്ന തരത്തിൽ. അതായത് ഏറ്റവും രസകരമായ സംഗതി, ഇതിൽ ഏറ്റവും വലിയ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി എന്ന് പറയുന്നത് 3 തവണ ബലാത്സംഗത്തിനിരയായി. ബലാത്സംഗത്തിനിരയായി എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ വെച്ചാണ്, പബ്ലിക് ടോയ്ലറ്റ് വെച്ച്, പിള്ളേരുടെ ടോയ്ലറ്റ് വെച്ചാണ്. അപ്പോൾ ആ ടോയ്ലറ്റിന് കൊളുത്തേയില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത്. ഈ രത്നകുമാറിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അത് അധ്യാപകരുടെ ടോയ്ലറ്റായി. 24 സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത്. അവിടെ വന്ന് 18 സ്ത്രീകൾ അവിടെ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് ഏറ്റവും രസകരം, 1.5 വർഷം കഴിഞ്ഞാണല്ലോ പരിശോധന നടന്നത്. 1.5 വർഷം കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ ബ്ലഡിന്റെ അംശമാണ് എന്ന് പറഞ്ഞ്, ഓർക്കണം, 18 വനിതാധ്യാപകർ സ്ഥിരമായി പോകുന്ന ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിലെ ഈ പെൺകുട്ടി പോയി 1.5 വർഷത്തിന് ശേഷം പരിശോധന നടത്തിയിട്ട് അവിടുന്ന് കിട്ടിയിരിക്കുന്ന രക്തസാമ്പിള് ഈ കുട്ടിയുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു എന്ന് പറഞ്ഞാണ് ഈ ശിക്ഷിച്ചിരിക്കുന്നത്. ഓർക്കണം, അതിന്റെ പഴുതുകൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. എന്തായാലും ആ കേസ് പോയി ഇവർ ആലോചിച്ചതുപോലെ തന്നെ സെറ്റിട്ട് അവിടേക്ക് കോടതി സമർപ്പിക്കുന്നു, കോടതി ശിക്ഷിക്കുന്നു. അതിനകത്ത് ജഡ്ജി മാറി എന്നൊക്കെ പറഞ്ഞൊരു വിവാദമുണ്ട്. ഞാൻ കോടതിയെ കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അതിൻ്റെ ഇടയിൽ ജഡ്ജി മാറി എന്ന് പറയുന്ന ഒരു വിവാദം കൂടിയുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഈ കുറ്റകൃത്യത്തിന് ഇത്രയും ഭീകരമായി ശിക്ഷിക്കപ്പെടുമ്പോൾ 100% കോടതിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി രേഖകൾ നോക്കുന്നു, അവരുടെ കിട്ടിയിരിക്കുന്ന തെളിവുകൾ നോക്കുന്നു. തെളിവുകൾ ശാസ്ത്രീയമാണ് അശാസ്ത്രം എന്ന് കോടതിക്ക് നോക്കേണ്ട കാര്യമില്ല. കുട്ടികൾ മാത്രമല്ല, പോക്സോ കേസിന്റെ പ്രത്യേകത പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാന്നുള്ളതാണ്. വേറെ തെളിവിന്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരു ക്രൈം റേറ്റ് എന്ന് പറയുന്നത്, ഒരു പണിഷ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 12% ഉള്ളൂ. നോർമൽ കുറ്റകൃത്യങ്ങൾ 10-12% ഉള്ളൂ. എന്ന് വെച്ചാൽ 100 പേര് കുറ്റകൃത്യ 10-12 പേരെ ശിക്ഷിക്കപ്പെടാം, ബാക്കി എല്ലാവരും പോകും. അതേസമയം ഈ പോക്സോ കേസിലെ ക്രൈം റേറ്റ് 78%. 100 പേര് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന 78% ശിക്ഷിക്കപ്പെടുന്നു. അത് നിയമത്തിന്റെ പ്രത്യേകതയാണ്. ഇതിനധികം തെളിവുകളുടെ ആവശ്യമില്ല. ആ ശ്രീജിത്തിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശിക്ഷിക്കപ്പെടുന്നു, ഇയാൾ ജീവപര്യന്തത്തിൽ തടയിൽ പോകുന്നു. അന്നും അയാൾ പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്, എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യും, എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം SDPIക്ക് ആയിരിക്കണമെന്ന് പറയണമെന്നും. പക്ഷെ കോടതി ഒന്നും എഴുതിയെടുത്തില്ല. അപ്പം ഞാൻ ഈ കേസിന്റെ വിധി വന്നപ്പോൾ ഷോക്കായിപ്പോയി. സ്വാഭാവികം, ഒരാളെ ഒരു കോടതി ജീവനം തടവ് വെച്ച് കഴിഞ്ഞാൽ അയാളെ പിടിച്ചുവിടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഷോക്കായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ 100% എവിഡൻസ് എതിരാണ് എന്ന് പറയുന്നിടത്ത് എവിഡൻസ് ക്രിയേറ്റ് ചെയ്ത് ഒരാളെ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ വളരെ നഗ്നമായ ഒരു ലംഘനമാണ്. പക്ഷേ കോടതി വിധിച്ച ഒരു കേസിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ഉചിതമില്ലാത്തത് കൊണ്ട് ഞാനന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് അവിടെ ഇവിടെയും തൊടാതെ മുങ്ങുക ചെയ്ത് വിട്ടു. പിന്നീട് ഒരുപാട് ചർച്ചകൾ ഉണ്ടായപ്പോൾ ഞാൻ നമ്മൾ കോടതിയുമായി ബന്ധപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാൻ കാര്യം ഈ റഹീം ചെമ്മനാടിന്റെ കണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇത് പറ്റ അത്ഭുതമായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഈ 1.5 വർഷം മുമ്പ് നടന്ന ഈ പീഡനത്തിന്റെ ഭാഗമായിട്ടുള്ള ബ്ലഡ് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ബാച്ച് മാറ്റാണ് മറ്റേ ഉദ്യോഗസ്ഥൻ ഈ രത്നകുമാർ. ഒരേ ബാച്ച് SIM വന്നിട്ട് പിന്നെ പ്രൊമോഷൻ കിട്ടിയവരാണ്. അങ്ങനെയാണോ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിലെ ഓഫീസർ ഇദ്ദേഹത്തിന്റെ ബാച്ച് മാറ്റാണെന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ബാച്ച് മാറ്റം. ഞാൻ ഈ കേസിലെ ഈ പോസ്റ്റിലെ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ ആ പാടെ എനിക്ക് ഇതിന്റെ ആശ്വാസമുള്ളത്, റഹീം ചെമ്മനാട് എന്ന് പറഞ്ഞ ഡിവൈസ് മുസ്ലിമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇരയായ പെൺകുട്ടി എന്ന് പറയുന്നതും അല്ല, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഈ റഹീം ചെമ്മനാട് എന്ന് പറയുന്നത് മുസ്ലിമാണ്. അപ്പൊ ഞാൻ മതം പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് SDPIയും പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണക്കാരുമാണ് ഈ കേസിൽ ഇത്ര ആവേശം കാണിക്കുന്നത്. ആ സമയം ഇത് വേറൊരാളായിരുന്നു. ഇപ്പൊ എന്നോടന്ന് നിങ്ങൾ സംഘികളുടെ ഷംസീർ എന്നോട് ചോദിച്ചത് നിങ്ങൾ സംഘികളുടെ വാദമെടുത്ത് അലക്കുമല്ലെന്നാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു, കാരണം ഞാൻ എൻ്റെ സുഹൃത്ത് ഷംസീറിനോട് ചോദിച്ചു വെച്ച കാര്യത്തിന് ഞാൻ ഇന്ന് അയച്ചു കൊടുത്തു ഷംസീറെ ഇതേക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ ഇതിന്റെ അകത്തെ ഈ ആളുടെ പോസ്റ്റ് നമ്മളൊന്ന് പോയിന്റ് കാണണം. ഞാൻ അത് എടുത്തോണ്ടിരിക്കുന്നു. അതേപോലെ ഏതൊരു കേസിലും പരാതിക്കാർ അതിജീവിത അല്ലെങ്കിൽ സാക്ഷികൾ കാണിച്ചു തരുന്ന സ്ഥലത്തെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലമകത്തുള്ള സംഭവമായി കണക്കാക്കുന്നത്. ലോക്കൽ പോലീസിനോടും തുടർന്ന് ക്രൈംബ്രാഞ്ചിനോടും അതിജീവിത കാണിച്ചു കൊടുത്ത സ്ഥലം തന്നെയാണ് സംഭവ സ്ഥലം മഹസർ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത്. പുതിയ സംഭവ സ്ഥലം ആര് കാണിച്ചു തന്നത് പ്രകാരമാണ് താങ്കൾ രേഖപ്പെടുത്തിയതെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ താങ്കൾക്ക് പറയാൻ കഴിയും. ആദ്യത്തെ ചോദ്യമാണ്. അതായത് ഇവിടെ ഒരു ബലാത്സംഗത്തിനിരയാവുന്നു. ഈ ബലാത്സംഗം നടന്ന സ്ഥലം എന്ന് പെൺകുട്ടി പറയുന്നത്, ആ കുട്ടി പഠിക്കുന്ന സ്കൂളാണ്. 3 തവണ പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കി.
ആ പെൺകുട്ടി സംഭവ സ്ഥലത്തെക്കുറിച്ച് തെറ്റായി പറയേണ്ട കാര്യമില്ല. പണ്ടല്ലല്ലോ, സംഭവിച്ച ഉടനെയാണ്. കുറച്ചായിട്ടുള്ളത്. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ സംഭവ സ്ഥലം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ടോയ്ലറ്റാണ്. ആരോട്? ലോക്കൽ പോലീസിനോട് പറഞ്ഞു, ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. പക്ഷേ ഈ SITയുടെ, അതായത് രത്നകുമാറിന്റെ അന്വേഷണ സംഘം പറയുന്നു സംഭവ സ്ഥലം നടന്നിരിക്കുന്നത് ടീച്ചർമാരുടെ ടോയ്ലറ്റാണ്. ഇതെങ്ങനെ മാറി? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി എല്ലാ മൊഴികളിലും അന്വേഷണത്തിലും അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് മാറാൻ കാരണം? അവിടെയാണ് മറ്റേത്. ഇതിന് കൊളുത്തില്ല, കൊളുത്തിട്ടിട്ട്, അതായത് കൊളുത്തിട്ടിട്ട് ചെയ്തിരുന്നു പറയുമ്പം അതിന് കൊളുത്തില്ല എന്നത് നേരത്തെ മുതലേ കൊടുത്തില്ലായിരുന്നു, റെക്കോർഡിങ്ങിൽ തെളിഞ്ഞു. ഏത്? പെൺകുട്ടിയുടെ സ്ഥാനത്ത്. അതുകൊണ്ട് കൊളുത്ത് ഉള്ള മുറിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ചോദ്യം, ഇതെങ്ങനെ മാറി എന്നാണ് ആദ്യത്തെ ചോദ്യം. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ലാഘവത്തോടെ സംഭവ സ്ഥലം തന്നെ മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കതയ്ക്ക് ഇരിക്കട്ടെ ബിഗ് സല്യൂട്ട്. എന്നിട്ട് ആ സംഭവ സ്ഥലത്ത് മനുഷ്യരക്തം കണ്ടെത്താൻ താങ്കൾ കാണിച്ച ശുഷ്കാന്തി ആവട്ടെ അതിലും അപാരം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയാണ്, സംഭവ സ്ഥലം തന്നെ മാറ്റി കേസിനെ ബേസ് ഉണ്ടാക്കുന്നു. അത് തന്നെ മാറ്റിയിട്ട് കേസ് ഉണ്ടാക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിജീവിത സംഭവ സ്ഥലം മാറ്റി പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് കൊളുത്തില്ലായ്മയുടെ കാര്യം പറയുന്നുണ്ട്. ആ ഫോൺ സംഭാഷണത്തോടു കൂടിയാണ് കൊളുത്തില്ലാത്ത ബാത്റൂമാണ് ഇതുവരെ അതിജീവിത സംഭവ സ്ഥലം എന്ന് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കിയതും പിന്നീട് അങ്ങോട്ട് സംഭവ സ്ഥലം മാറ്റുന്നതും. ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞ ആ സംഭാഷണത്തോടു കൂടി ഒരു കാര്യം ബോധ്യമായത് കൊളുത്തില്ലാത്തതാണ്. ആ പഴുതടച്ചിട്ട് കൊളുത്തുള്ള അധ്യാപന സ്ഥലത്തേക്ക് മാറ്റുന്നു. 2, 1.5 വർഷത്തിന് ശേഷം ബാത്റൂമിൽ നിന്ന് ലഭിച്ച ബ്ലഡ് പ്രസ്തുത പരാതിക്കാരിയുടേതാണ് എന്ന് ഏത് ശാസ്ത്രീയ അന്വേഷണം വഴിയാണ് തെളിയിച്ചിട്ടുള്ളത്? കൂടുതൽ ബ്ലഡ് കണ്ടെത്തിയിരുന്നുവെങ്കിൽ അത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു. അത് ഒഴിവാക്കാനല്ലേ ബ്ലഡിന്റെ അളവ് കുറച്ച് കാണിച്ചത്? അല്ലെങ്കിലും സ്ത്രീകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്റൂമിന്റെ ഫ്ലോറിൽ നിന്ന് രക്തത്തിന്റെ അംശം കണ്ടെത്തിയത് ലോകാത്ഭുതമൊന്നുമല്ലല്ലോ. അതും 24ഓളം ലേഡി സ്റ്റാഫ് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്നും രക്തത്തിന്റെ അംശത്തെക്കുറിച്ച് സയന്റിഫിക് എക്സ്പേർട്ടും താങ്കളും കോടതിയിൽ ബോധിപ്പിച്ചത് ഒരേ കാര്യമാണോ? മനുഷ്യരക്തമാണെന്ന് കണ്ടെത്താനുള്ള അളവ് പോലും ഇല്ലെന്നല്ലേ സയന്റിഫിക് എക്സ്പേർട്ട് കോടതിയിൽ അറിയിച്ചത്? പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് 3-4 കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം കൊളുത്ത് മാറ്റി സ്ഥാപിക്കുന്നു, ഈ പുതിയ ബാത്റൂം മുറിയിലേക്ക് മാറുന്നു. ഈ ബാത്റൂമിലെ തെളിവ് എന്താണ്? ഇവിടെ വെച്ച് സംഭവിച്ചു എന്ന് പറയുന്ന തെളിവായി രത്നകുമാറിന്റെ സംഘം കോടതിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്ന് കണ്ടെത്തിയ രക്തക്കറയാണ്. രക്തക്കറ 1.5 കൊല്ലത്തിന് ശേഷം കണ്ടെത്തുന്നു. 24 സ്ത്രീകൾ അവിടെ ഉപയോഗിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ രക്തം ഉണ്ടാവാം. ആ 24 സ്ത്രീകൾ നിരന്തരം ഉപയോഗിക്കുന്ന ആ ടോയ്ലറ്റിൽ 1.5 കൊല്ലം മുമ്പ് ബലാത്സംഗം നടന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ രക്തക്കറ അവിടെ വീണ് കിടന്നത് സ്പെസിഫിക് ആയിട്ട് അവിടെ നിന്ന് എടുത്ത് അത് അസാധാരണ, അതാണ് തെളിവായി കൊണ്ട് കൊടുക്കുന്നത്. എങ്ങനെയാണ്? ആ ചോദ്യം തന്നെ പ്രസക്തമല്ലേ? മാത്രമല്ല രാജ്മോഹൻ, ഇതിൻ്റെ അകത്ത് വലിയൊരു കള്ളക്കളി നടന്നു. ഒരു തെളിവിന്റെ അംശത്തിനായി എടുത്തിരിക്കുന്ന രക്തം ഇത് ഒരു നിശ്ചിത അളവിൽ കൂടുതലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിച്ചു കിട്ടും. അത്രയുമില്ല. എന്നിട്ട് ഈ കോടതിയിൽ തെളിവായി കൊടുത്ത ഈ രക്തക്കറ അത് മനുഷ്യന്റെ രക്തമാണെന്ന് തെളിയിക്കാൻ പോലും പറ്റിയില്ല എന്നാണ് സയന്റിഫിക് റിപ്പോർട്ട്. ഇത് പരിശോധിക്കാൻ കൊടുത്തല്ലോ, എക്സ്പെർട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇത് മനുഷ്യന്റെ രക്തമാണ് എന്ന് പോലും ഇത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എക്സ്പേർട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട തെളിവ്. കൊളുത്തിൻ്റെത് മാറ്റി ആദ്യത്തേത്. രണ്ടാമത്തത് മറ്റൊരു തെളിവില്ലാത്തതുകൊണ്ട് രക്തക്കുറവ് കൊണ്ട് കാണിച്ചു. രക്തത്തിന്റെ അളവ് കുറവായതുകൊണ്ട് അത് തെളിഞ്ഞിട്ടില്ല, അതിനകത്ത് ശാസ്ത്രമില്ല. ഇനി അതിജീവിതയ്ക്ക് പെനട്രേറ്റഡ് സെക്ഷൽ അസാൾട്ട് നടന്നിട്ടുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചത് ഇതേ പ്രതിയാണ് എന്ന് ശാസ്ത്രീയമായ രീതിയിലാണ് തെളിയിച്ചത്. പിന്നീട് അവർ പറയുന്നത് ഈ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടോ എന്ന് വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ലൈംഗിക പീഡനം നടത്തിയതെന്ന് തെളിയിക്കണ്ടേ? അത് വേണം. ഈ പത്മരാജൻ തന്നെയാണോ? നിർബന്ധമുണ്ടോ? 1.5 കൊല്ലം കഴിഞ്ഞ് തെളിയിക്കുന്നു. നേരത്തെ അന്നും ഉണ്ടായ സംഭവം ആരാണ്? ഞാൻ പറഞ്ഞത് അതിനുള്ള തെളിവെന്താണ്? ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ലൈംഗിക പീഡനം ഇരയായിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് മറ്റാരുമായും ബന്ധമില്ല എന്ന് ഇവരെങ്ങനെ നിഗമനത്തെത്തി? ഇദ്ദേഹമാണ് ഉത്തരവാദി നിഗമനത്തെത്തി. അടുത്തത്, 1-ലധികം പ്രാവശ്യം ഇരയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഒന്നും പറയാത്ത മറ്റൊരു ബാത്റൂം സംഭവ സ്ഥലമായി മാറിയത് എങ്ങനെ? മുമ്പ് ചോദിച്ച ചോദ്യം. വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്രയധികം പ്രാവശ്യം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും പോക്സോ ആക്ട് കേസ് കാണിച്ചു തരാമോ? കുട്ടിയുടെ മൊഴിയിലെ ന്യൂനത ഒഴിവാക്കി
കൃത്യമാവാൻ വേണ്ടിയാണല്ലോ ഇത്രയും വലിയ പരിശ്രമം ഒരു വനിതാ IPS ഓഫീസർ നിയമിച്ചുകൊണ്ട് നടത്തിയത്. അതായത് ഈ പെൺകുട്ടി അബദ്ധത്തിൽ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാവാം, കാരണം പെൺകുട്ടിയാണ്, പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയാണ്. അവളുടെ വായിൽ നിന്ന് ഒരുപക്ഷെ സ്ഥലം മാറിപ്പോയതാണെന്ന് ഉറപ്പാക്കാൻ പലതവണ മൊഴിയെടുക്കുന്നു. ഒടുവിൽ ഒരു വനിതാ IPS ഓഫീസറെ ചുമതലപ്പെടുന്നു. ഇവിടെ എല്ലാ പെൺകുട്ടി പറഞ്ഞ മൊഴി വ്യത്യസ്തമായി. അങ്ങനെയാണ് 2 കേസും തള്ളിക്കളയുന്നത്. അദ്ദേഹം ചോദിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഒടുവിൽ മാറിയത്. ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതിജീവിതം നൽകിയ എല്ലാ മൊഴികളും പരസ്പര വിരുദ്ധവും വിശ്വസിക്കാൻ കഴിയാത്തവയും ആണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിലും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടുകൾ കൃത്യമായും വ്യക്തമായും അക്കമിട്ട് പറയുന്നു. ഈ റിപ്പോർട്ടുകൾ പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. ഈ പെൺകുട്ടിയുടെ എല്ലാവിധത്തിലും, ഈ കേസിൽ മാത്രമല്ല, ഈ പെൺകുട്ടി ആദ്യം മുതൽ അവസാനം വരെ ചോദ്യം ചെയ്തപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ബന്ധവുമില്ല. ഇതെല്ലാം പരസ്പര വിരുദ്ധമാണ്, എന്തോ ഭാവനയിൽ നിന്നും പറയുന്നതാണ് എന്ന് ഉത്തമ ബോധ്യം 2 സംഘത്തിനും ഉണ്ടാവുകയും ഈ 2 സംഘവും ഇതിന്റെ റിപ്പോർട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കൊടുക്കുകയും ചെയ്തു. കൊടുക്കണമല്ലോ, കൊടുത്തു. SIT അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായ പ്രകാരം കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചത് അധ്യാപകർക്ക് വേണ്ടിയുള്ള ബാത്റൂമിൽ വെച്ചാണെങ്കിൽ പ്രസ്തുത കുട്ടിയോടൊപ്പം ബാത്റൂമിലേക്ക് പോയ മറ്റൊരു കുട്ടിയുടെ പേരും അതിജീവിതം പറയുന്നുണ്ട്. ആ കുട്ടിയെ പറഞ്ഞയച്ചതിന് ശേഷമാണ് അധ്യാപകൻ പീഡിപ്പിച്ചതെന്ന് മൊഴി. അങ്ങനെയെങ്കിൽ ഈ കുട്ടികളൊക്കെ വിസർജനത്തിന് പോകാറുള്ളത് അധ്യാപകന് ബാത്റൂമിലാണോ? അതായത് ഈ പീഡനത്തിനിരയായ പെൺകുട്ടിക്കൊപ്പം മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് നീ പൊക്കോ, ഞാൻ ഇവളെ പീഡിപ്പിക്കട്ടെ എന്ന് പത്മനാഭൻ പറയുന്നു. ഉടനെ ആ പെൺകുട്ടി പോകുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, പെൺകുട്ടികൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ടോയ്ലറ്റ് ഉള്ളപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ അധ്യാപകരുടെ ടോയ്ലറ്റാണോ പോകുന്നത്? മറ്റേതിപ്പം ഈ ഇരയെ പത്മരാജൻ പിടിച്ചുകൊണ്ട് പോയതാന്ന് വെക്കാം, പീഡിപ്പിക്കാൻ. പക്ഷെ ഇരയോടൊപ്പം മറ്റൊരു പെൺകുട്ടി കൂടി വരുന്നു. എന്തിനാണെന്ന് ഇത് വളരെ കൃത്യമായി വിറ്റ്നസിനെ ഒരുക്കാൻ വേണ്ടി വേറെ പെൺകുട്ടി ഒരു പെൺകുട്ടി കൂടെ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ 2 പെൺകുട്ടികൾ എന്തിനാണ് അധ്യാപകരുടെ ബാത്റൂമിൽ പോയത്? ആലോചിക്കാൻ പറ്റുമോ? അപ്പം ഇത് കൃത്യം തെളിവുണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു. അടുത്തത്, അതിജീവിതർ മൊഴി പ്രകാരം പ്രതി അവരുടെ നഗ്ന ഫോട്ടോ എടുത്ത് അവരുടെ തന്നെ മാതാവിന് അയച്ചു കൊടുത്ത പറയുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് ഈ ഫോട്ടോ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അത് വളരെ വിചിത്രമല്ല. അതായത് ഒരാൾ പീഡിപ്പിക്കാൻ പോകുമ്പോൾ ആ പീഡിപ്പിക്കുന്ന തെളിവ് അയാൾ തന്നെ എടുക്കുക, എന്നിട്ട് ആ തെളിവ് വെളിയിൽ പോകാൻ, അത് തെളിവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആരെയാണോ പീഡിപ്പിക്കുന്നത് അവരുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക. ആലോചിച്ച് നോക്കി, ഇത് തന്നെ ആ ആരോപണം തന്നെ. ഒരു നഗ്ന ചിത്രം എടുക്കുക, എന്നിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക. ഫോട്ടോ എടുത്തത് ക്ലാസ് ടീച്ചറുടെ മൊബൈൽ ഫോണിൽ നിന്നാണെന്നും പറയുന്നു. ഏത്? ഇവൻ വേറൊരു സാറിന്റെ മൊബൈൽ മേടിച്ച് എനിക്ക് ആ പെണ്ണിന്റെ നഗ്ന ചിത്രത്തിൽ ഫോട്ടോ എടുക്കണം പറഞ്ഞ് മേടിക്കുന്നു, എന്നിട്ട് എടുക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാതാവിന് മൊബൈൽ ഫോണും ക്ലാസ് ടീച്ചറുടെ മൊബൈൽ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ കാര്യം തെറ്റാണ് തെളിയിക്കപ്പെട്ടത്. അമ്മയുടെ ഫോണും പരിശോധിച്ചു, ഈ അധ്യാപകന്റെ ഫോണും പരിശോധിച്ചു, എല്ലാ ഫോണും പരിശോധിച്ചു. ഇതല്ല. 17/3/2020 അതിജീവിതം നൽകിയ FI മൊഴിയിൽ, FI മൊഴി എന്ന് പറഞ്ഞ മൊഴി 15/1/2000 മുമ്പുള്ള ദിവസം തന്നെ പീഡിപ്പിച്ചത് മൊഴി നൽകിയിട്ടുണ്ട്. 15-ാം തീയതിക്ക് മുമ്പ് പീഡിപ്പിച്ചത് 17-ാം തീയതി മൊഴി കൊടുത്തു. ജനുവരി 15-ന് മുമ്പ് പീഡിപ്പിച്ചു എന്ന് മാർച്ച് 17 മൊഴി കൊടുത്തു. CCTVന് വേണ്ടിയാണ് തീയതി ചേർത്തത് എന്ന അന്വേഷണ സംഘത്തിന്റെ വാദം കളവാണ്. ഇക്കാര്യം FIR-ലും 164 CRPC പ്രകാരത്തെ വഴികളും കാരണം. CCTVന് വേണ്ടി ഒരു അപേക്ഷ പോലീസുകാർ അങ്ങനെ ചെയ്തെന്ന് കന്നേക്കാം. എന്നാൽ അതിജീവിതയുള്ള 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരം മൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് CCTV ബാധകമല്ല. CCTV എന്ന ടെക്നിക്കൽ കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഈ തീയതി മാറിയെന്ന് പറയുന്നു. അപ്പോഴും ചോദ്യം ഇതാണ്, മജിസ്ട്രേറ്റ് മുമ്പിൽ അങ്ങനെ ഒരു സാധനം കൊടുത്തത് എന്തിനാണ്? കാരണം മജിസ്ട്രേറ്റ് ടെക്നിക്കലി ഇത് നോക്കേണ്ട കാര്യമല്ലല്ലോ. ഇനി പറയുന്നു 18/3/2020, അതായത് മാർച്ച് മാസം 18, അതിജീവിത 164 പ്രകാരം മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിലും 17 പോലീസിന് കൊടുക്കുന്നത്, 18 മജിസ്ട്രേറ്റ് കൊടുക്കുന്നു. ഡോക്ടർക്ക് നൽകിയ മൊഴിയിലും പറഞ്ഞത് 15/1/2020 ദിവസം ലഞ്ച് ബ്രേക്കിന്റെ സമയത്തിന് ആദ്യമായി പ്രതി പീഡിപ്പിച്ചെന്നും, അതായത് ജനുവരി 15-ാം തീയതി തന്നെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ആദ്യം പീഡിപ്പിച്ചെന്നും, 26/1/2020 പിന്നെ 5 ദിവസം കൂടി കഴിഞ്ഞ് 26-ാം തീയതി റിപ്പബ്ലിക് ദിവസമായി രണ്ടാമത് പീഡിപ്പിച്ചെന്നും, 2/2/2020 തന്നെ വീണ്ടും ഫെബ്രുവരി 2-ാം തീയതി മൂന്നാമതായി പീഡിപ്പിച്ചെന്നുമാണ്. എന്നാൽ ഇവയൊക്കെ 17/03/2000 നൽകിയ ഫസ്റ്റ് ഇൻഫർമേഷൻ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതേസമയം മാർച്ച് മാസം 17-ാം തീയതി കൊടുത്ത ഒരു FIS ഉണ്ട്. ആ FIS-ൽ ഈ ഡേറ്റുകളും വ്യത്യസ്തമാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ അതിജീവിത ഹാജരുണ്ടായിരുന്ന കാര്യം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അതിനെ ഫോട്ടോ സഹിതം കോടതിയിൽ ഹാജരാക്കിയതാണ് മനസ്സിലാക്കുന്നത്.
പ്രതി എന്ന് സ്കൂളിൽ ഹാജരുണ്ടായിരുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് തെളിവ് സഹിതം കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഈ പെൺകുട്ടി സ്കൂളിൽ വന്നിരുന്നു, ഒരുപക്ഷെ സ്കൗട്ടോ ഗൈഡോ എന്തെങ്കിലും ആവാം. പക്ഷെ അയാൾ അന്ന് വന്നിരുന്നില്ല എന്നതിന് തെളിവുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ അന്ന് അയാൾ വന്നിരുന്നേ ഇല്ല. അന്നാണ് ആദ്യം പീഡിപ്പിക്കുന്നത്, അല്ല രണ്ടാമത് പീഡിപ്പിക്കുന്നത് കോഴിക്കോട് പോയ ആ സമയത്തായിരിക്കും ആയിരിക്കണം. അതിജീവിതയുടെ മൊഴിപ്രകാരം പ്രതി അവരെ 3-ാം പ്രാവശ്യം പീഡിപ്പിക്കുന്നത് 2/2/2020 ഫെബ്രുവരി 2-ാം തീയതിയാണ്. LSS ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്ന സമയത്താണ്. ക്ലാസ് ടീച്ചർ അതിജീവിതയുടെ മാതാവിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് LSS ക്ലാസ്സിന് വന്നതെന്ന് അതിജീവിതയുടെ മൊഴി. അതായത് LSS ക്ലാസ്സിന് വരാൻ വേണ്ടി ടീച്ചർ വിളിച്ചു. ഈ സോഷ്യൽ പരീക്ഷയാണ് LSS എന്ന് പറയുന്നത്. വരാൻ വേണ്ടി വിളിച്ചു. എന്നാൽ സ്കൂൾ രജിസ്റ്റർ പ്രകാരം LSSന്റെ ക്ലാസ് ആരംഭിച്ചത് 3/2/2022 പെൺകുട്ടി 2-ന് വന്നെന്നാ പറഞ്ഞത്, 3-നാണ് അവിടെ ക്ലാസ് തുടങ്ങിയത്. മാത്രമല്ല മാതാവിന്റെയും ക്ലാസ് ടീച്ചറെ മൊബൈൽ ഫോൺ ഡാറ്റ പരിശോധിച്ചാൽ അങ്ങനെ ഒരു ഫോൺ കോൾ നടത്തിയതായി കാണാൻ കഴിയുന്നില്ല. ഈ ടീച്ചർ വിളിച്ചിട്ടാണല്ലോ വന്നെന്ന് പറയുന്നത്, ഫോൺ കോളുള്ള റെക്കോർഡില്ല. LSS ക്ലാസ്സിന് ഹാജരായ കുട്ടികളെ കുറിച്ച്, പ്രത്യേകിച്ച് ഇരട്ട കുട്ടികളുടെ ഹാജറിനെ കുറിച്ച് പറയുന്ന അതിജീവിതയുടെ മൊഴിയും തെറ്റാണ്. അങ്ങനെയുള്ള ഇരട്ട കുട്ടികൾ LSS ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഏതൊരു ഇരട്ട കുട്ടിയുടെ മൊഴി പറയുന്നുണ്ട്, കുട്ടികളെ ഇല്ല. അപ്പൊ ഇതെല്ലാം കൃത്യമായി പദ്ധതിയിട്ട് കണക്ട് ചെയ്ത് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെന്തളിവാണ്. ഏറ്റവും വിചിത്രമായ സംഭവം ഇതാണ്. പ്രതി തന്നെ ബാത്റൂമിൽ നിന്നും ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ, അതാണ് ബാത്റൂമിലാണ് ഉച്ചഭക്ഷണ സമയത്താണ്, പീഡിപ്പിക്കുന്ന സമയത്ത് പ്രതിയുടെ ധോത്തി ഉപയോഗിച്ച് തന്റെ വായ മൂടിക്കെട്ടിയെന്നും, അതായത് ഇവ മുണ്ടെടുത്താണ് വന്നിരുന്നത്, മുണ്ട് പറിച്ച് വായ മൂടിക്കെട്ടിയിട്ടാണ് പീഡിപ്പിക്കുന്നത്. തന്റെ വായ അതിജീവിതയുടെ തന്നെ ഷാൾ ഉപയോഗിച്ച് അവളുടെ കൈകൾ കെട്ടിയിട്ടുവെന്നും, അവളുടെ മുഖം ഇവന്റെ മുണ്ട് പറിച്ച് കെട്ടുന്നു, കൈകളെ ഷാൾ കെട്ടിയെന്നും, ഇവർ രണ്ടും പീഡിപ്പിച്ചതിന് ശേഷം അതിജീവിത തന്നെ അഴിച്ചു മാറ്റിയത് ഇവൻ പീഡിപ്പിച്ചിട്ട് പോയി, ഇത് അഴിച്ചു മാറ്റിയത് അതിജീവിതയാണ്. പ്രതി തുണിയില്ലാതെയാണ് ബാത്റൂമിൽ നിന്ന് പുറത്തു പോയത് എന്നുമാണ് അതിജീവിതം. സ്കൂളിലേക്ക് പോകാൻ തുണിയില്ലാതെ അയാളെ മുണ്ടഴിച്ച് അവിടെ കെട്ടിയിട്ട് ഈ പകൽ സമയത്ത് തുണിയില്ലാതെ അയാൾ ഇറങ്ങിപ്പോന്നു. 350-ലധികം കുട്ടികൾ പഠിക്കുകയും 40 അധ്യാപകർ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ നട്ടുച്ച നേരത്തെ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതാൻ എങ്ങനെ കഴിയും? ഇതാണ് ഏറ്റവും രസകരമായ സംഗതി. സങ്കല്പത്തിൽ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അധ്യാപകൻ തന്റെ മുണ്ടെടുത്ത് ഓർക്കണം, അധ്യാപകൻ പീഡിപ്പിക്കുന്നതിന് മുമ്പ് പടമെടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നു, നിന്റെ മോളെ ഞാൻ പീഡിപ്പിക്കുകയെന്ന്. എന്നിട്ട് അമ്മ ആരെയും വിളിച്ച് പറഞ്ഞില്ല ഇത് അവിടെ പീഡനം നടക്കുന്നത്. 3 ദിവസം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ കേസ് കൊടുക്കുന്നത്, പീഡനം പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് ഈ അധ്യാപകൻ മുണ്ടില്ലാതെ നല്ല രാജകീയമായിട്ട് പോയി ഞാൻ അവളെ പീഡിപ്പിച്ച് അവിടെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 18/1/2020 അതിജീവിത മാതാവ് മെൻസസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അതായത് 17-ാം തീയതി ആദ്യം പീഡിപ്പിക്കുന്നത്, 18-ാം തീയതി രണ്ടാമത് പീഡിപ്പിക്കുന്നു, 18-ാം തീയതി ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ആശുപത്രി കാണിക്കുന്നുണ്ട്, മെൻസസിനെ. ആ സമയത്തും ആരെങ്കിലും തന്നെ പീഡിപ്പിച്ചത് അതിജീവിത ഡോക്ടറോടും പറഞ്ഞിട്ടില്ല, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. 2/2/2020 പ്രതി തന്നെ പീഡിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത ടൗണിലെ ഹോട്ടലിലേക്കും പിന്നീട് അമ്പലത്തിലേക്കും പിന്നീട് ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കും കൊണ്ടുപോയെന്നും അവിടെ വെച്ച് മറ്റൊരാൾ പീഡിപ്പിച്ചു എന്ന് മൊഴി നൽകി. 3-ാമത്തെ പീഡനം കഴിഞ്ഞ് വണ്ടിയെ കയറ്റിക്കൊണ്ട് ഹോട്ടലിൽ പോയി, പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ വെച്ച് വേറൊരാൾ പീഡിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. പത്മനാഭനല്ലാതെ കൊണ്ട് കൈമാറിയെന്ന്, കൂട്ട ബലാത്സംഗം. ഇതിനുവേണ്ടി ബോധപൂർവം ബുള്ളറ്റ് നമ്പർ പോലും അതിജീവിതയുടെ ബന്ധുക്കളെ കൊണ്ടുപോലും പറയിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇത് പോയ ബുള്ളറ്റ്, ഈ കൊണ്ടുപോയ ബുള്ളറ്റിന് നമ്പറും കൊടുത്തിട്ടുണ്ട്, ഏത് ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് ശാസ്ത്രീയ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് തെളിയിച്ചു. ഈ അമ്പലം പോലും അവിടെ ഇല്ല, ഇങ്ങനൊരു ഹോട്ടൽ അവിടെ ഇല്ല. ഇതെല്ലാം ഭാവനയിൽ രൂപപ്പെട്ട ഒന്നാണെന്ന് തെളിഞ്ഞു. പ്രസ്തുത സ്കൂളിലെ തന്നെ അറബി അധ്യാപിക കോടതിയിൽ നൽകിയ മൊഴി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട കാര്യമാണ്. അറബി പഠിപ്പിക്കുന്ന ആ സ്കൂളിലെ അധ്യാപിക കേസിലെ ആ അറബി അധ്യാപിക കൊടുത്ത മൊഴി എന്താണെന്ന് വെച്ചാൽ, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അറബി അധ്യാപിക കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇവനൊരു പണി കൊടുക്കണം, ഇവൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരാണ്. അറബി അധ്യാപക മുസ്ലിം പെൺകുട്ടിയായിരിക്കും, മുസ്ലിം ടീച്ചറാണ്, അതുകൊണ്ട് അവരുടെ പണി കൊടുക്കണം എന്ന് ചില ആളുകൾ, ഈ പെൺകുട്ടി പീഡനത്തിലെ ഇരയുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഈ ടീച്ചറിനോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഇവരാ പറഞ്ഞിരിക്കുന്നത്. ടീച്ചറിനെ വെളിപ്പെടുത്തി. ആ ടീച്ചറിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാ. അതായത് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ, കുട്ടിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ, ടീച്ചറെ അവനവിടെ ഇല്ലേ, അവനൊരു പണി കൊടുക്കണമല്ലോ, ഒരു കള്ളക്കേസ് കുടിക്കാൻ അവൻ അകത്ത് കിടണമല്ലോ എന്ന് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഈ അറബി ടീച്ചറിനോട് പറഞ്ഞിരുന്നു എന്ന് ടീച്ചറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് തന്നെ തെളിവ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയുടെ തെളിവായിട്ട് വരുന്നത്. ഇനി കോഴിക്കോടുള്ള ഇംഹാൻസ് തന്നെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോൾ
മരുന്നുകളും മറ്റും തന്നിലേക്ക് അപ്ലൈ ചെയ്തു എന്ന അതിജീവിതം നൽകിയ മൊഴിയിൽ കാണാം. എന്നാൽ ഇത് തീർത്തും കളവും ഇമേജറിയുമാണ്. അവിടെ എല്ലാ കാര്യങ്ങളും വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷമാണ് ചെയ്യുന്നത്. മാത്രമല്ല കുട്ടിയുടെ രക്ഷകർത്താക്കളും സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇതിലെല്ലാം കുട്ടി പറയുന്ന കാര്യങ്ങൾ ഇമേജിനറിംഗ് ആണെന്ന് മനസ്സിലായി. പിന്നീട് കുട്ടിയെ കൗൺസിലിങ്ങിനും പോയി. പക്ഷേ പോലീസിനോട് മൊഴിയിൽ പറഞ്ഞു, ഞാൻ കൗൺസിലർ ഇപ്പോൾ എൻ്റെ മേത്തോട്ട് മരുന്ന് കയറ്റി എന്നെ അടിച്ചു, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വീഡിയോ തെളിവ് സഹിതമുണ്ട്. അതിൽ നിന്ന് തന്നെ പോലീസ് നിഗമനത്തെത്തി കുട്ടി എന്തൊക്കെയോ സ്വപ്നം കണ്ട് പറയുന്ന ഒരു ഇമേജിനറി കക്ഷിയാണെന്ന്. പോക്സോ ആക്ട് പ്രകാരമുള്ള കേസുകളിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് ആക്ട് നിഷ്കർഷിക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ക്രൈംബ്രാഞ്ച് അവ പാലിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ SIT കാര്യം പാലിച്ചിട്ടുണ്ടോ? അതിജീവിത പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഓഡിയോ വീഡിയോ പരിശോധിച്ച് ഉറപ്പാക്കാൻ കഴിയില്ലേ? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇവരുടെ വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? കോടതിയിൽ കൊടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ചെയ്തിരുന്നു. എങ്ങനെ മൊഴി മാറ്റുന്നറിയാമല്ലോ, ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. മാറ്റാനും പറ്റില്ലല്ലോ, കാരണം മൊത്തത്തിൽ മാറ്റി മറിച്ചിരിക്കുകയല്ലേ. മറ്റതുപോലെ അതുകൊണ്ട് പെൺകുട്ടിയുടെ മൊഴിയും റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ പൊട്ടൻസി ടെസ്റ്റ് പ്രകാരം പ്രതി പ്രാപ്തനാണെന്ന് താങ്കൾ പറയുന്നു. താങ്കൾ അന്വേഷിച്ച ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും പ്രതി പൊട്ടൻസി നെഗറ്റീവ് ആണെന്ന് താങ്കൾക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ? അതായത് ലൈംഗിക ശേഷി പരിശോധന എല്ലാ പീഡന കേസിലും ഉണ്ട്. അത് എല്ലാ കാലത്തും ഒരുമാതിരിപ്പെട്ട ആണുങ്ങളൊക്കെ ലൈംഗിക ശേഷി വിജയിക്കാറുള്ളൂ. അതാണ് തെളിവാണോ? അതായത് ഈ ആരോപണ വിധേയനായ അധ്യാപകനെ ലൈംഗിക ശേഷി ഉണ്ട് എന്ന് പറഞ്ഞതാണോ തെളിവ്? അതിനകത്ത് ഏതാണെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. സാധാരണ ഇത്തരം കേസുകൾ പ്രതികളുടെ സാന്നിധ്യം തെളിയിക്കുന്നതിന് വേണ്ടി CDRന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കോടതിയിൽ സമർപ്പിക്കാറുണ്ട്. ഈ കേസിൽ പ്രതികളുടെ CDRന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കോടതിയിൽ സമർപ്പിച്ചോ? CDR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഡാറ്റ എടുക്കും. നമ്മളെ ഒരു പ്രതിയാവുമ്പോൾ നമ്മുടെ ഈ ക്രൈം പീരീഡിലെ ഫോൺ ഡാറ്റ മുഴുവൻ എടുത്ത് കോടതി കൊടുത്തിട്ടില്ല. കാരണം അത് കൊടുത്താൽ ഇവർക്കെതിരായ തെളിവായി മാറും. കോടതിയിൽ ഇതും ഈ അന്വേഷണ സംഘം കൊടുത്തില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. രാഘവൻ നോക്കൂ, ഈ പോയിന്റുകൾ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അടിമുടി ഒരു തട്ടിപ്പാണ്, അടിമുടി ഒരു പ്ലോട്ടായിരുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു ഇതിൽ കൂടി തെളിവ്. ഇപ്പം ഞാനിത് ഇത്രയും വിശദമായി സംസാരിക്കാൻ കാര്യം ഈ അന്വേഷണ ഒരു DYSP മുസ്ലിമായ സംഘം താല്പര്യമില്ലാത്ത അല്ല സംഘമായിട്ടൊരു ബന്ധമില്ലാത്തൊരു DYSP എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ എന്നാൽ കോടതി പിന്നെ എന്ത് ചെയ്തു? കോടതിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയുടെ മൊഴി മാത്രമാണെങ്കിലും ശിക്ഷിക്കാം, വേറെ ഒരു തെളിവിന്റെ ആവശ്യം പോക്സോ കേസിൽ. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കുന്ന സാമുദായികമായ ധ്രുവീകരണവും സംഘർഷവും മനസ്സിലാക്കുന്ന അപ്പുറമാണ്. ഒരു തീവ്ര റാഡിക്കൽ ചിന്താഗതിയുള്ള ഒരു വിഭാഗം ആളുകൾ അവർ ടാർഗറ്റ് ചെയ്ത് അവർക്ക് താല്പര്യമില്ലാത്തവരെ ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കാൻ വേണ്ടി ഒരു പ്ലോട്ട് ഒരുക്കിയാൽ സംവിധാനങ്ങളെല്ലാം അതിന് ചേർന്ന് വരുമെന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന അകൽച്ച, ഇതുണ്ടാക്കുന്ന ഭിന്നത ഭയാനകമാണ്. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ആരെ വേണമെങ്കിലും കേസിൽ കൊടുക്കാം. ഇതുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞ ആ നിരപരാധിയ ഒരു മനുഷ്യനെ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നിരപരാധികൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നത്. കാരണം സംശയത്തിന്റെ ആനുകൂല്യം പോലും കിട്ടാൻ പാടില്ല. ഒരു സംശയവുമില്ലാതെ തെളിയിക്കപ്പെട്ട് ജയിലിലടയ്ക്കുന്ന നമ്മുടെ ഭരണഘടന പറയുന്നത്. അവിടെയാണ് ഈ പോക്സോ നിയമത്തിന് പഴുതുപയോഗിച്ച് ഒരു മനുഷ്യൻ ഒരു തെളിവ് എല്ലാ തെളിവുകളും അയാൾക്കെതിരായിട്ടും ഒരു കള്ളക്കേസിൽ ജീവിതാന്ത്യം വരെ ജയിലിൽ അടയ്ക്കാൻ പറയുന്നു. അയാളുടെ ജോലി നഷ്ടപ്പെടുന്നു, അയാളുടെ കുടുംബം, അയാൾക്കുണ്ടാകുന്ന നാണക്കേട്, അയാൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ഈ വർഗീയ ശക്തികൾ അയാൾക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭം. ലഡു ഒക്കെ കൊടുത്താണ്, കണ്ടു വലിയ ആവശ്യമായിരുന്നു അവിടെ. ലഡു കൊടുത്താണ്. അതെ, ഇതേ സമയം തന്നെ ദേശവിരുദ്ധ കർശനത്തിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട കാപ്പന് വേണ്ടി അങ്ങ് വരെ പോയി പോരാട്ടം നടത്തുകയാണ്. എല്ലായിടത്തും സുപ്രീം കോടതി കാപ്പനെ കൊണ്ടുവന്ന് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ വന്നിരിക്കുന്ന കാപ്പനെ കൊണ്ടുവന്ന് പൊതുപരിപാടി പങ്കെടുപ്പിക്കുകയാണ്. രാജ്മോഹൻ ഷോക്കിംഗ്. നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയാനകമാണ്. ബന്ധപ്പെട്ട CPM നേതാവ് ഹരീന്ദ്രൻ നടത്തിയ പ്രസ്താവനയിൽ പിന്നെ അത് പിന്നെ വർഗീയതയാക്കി അയാളെ മുതുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞ ഇതൊരു വല്ലാത്ത കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന സാധനങ്ങൾ വെച്ച് കോടതി നിലപെടുന്നു. ഇത് രത്നാകരൻ എന്ന അന്വേഷണ സംഘം ബോധപൂർവം ചിലരുടെ അജണ്ടയ്ക്കനുസരിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി ഒരു മനുഷ്യനെ ജയിലിലിടാൻ വേണ്ടി നടത്തിയിരിക്കുന്ന നീക്കം അത് കേരളീയ സമൂഹത്തെ ഭിന്നിപ്പിക്കും. ഞാൻ ആ ഹൈക്കോടതി വിധി കാത്തിരിക്കുകയാണ്. ഹൈക്കോടതി ഇതിനെ മെറിറ്റ് പരിശോധിക്കാതിരിക്കുന്ന ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇത്തരം രീതികൾക്ക് രാഷ്ട്രീയ വിരോധം തീർക്കാൻ, മതവിരോധം തീർക്കാൻ നിയമത്തെ ഇങ്ങനെ ദുരുപയോഗിക്കുന്ന സാഹചര്യം തടയിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി അപകടമാവും. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് മനുഷ്യനും മനുഷ്യനും തമ്മിൽ അകലമുണ്ടല്ലോ, ഭീകരമായി വളരെ. നമ്മളെ കേരള നിമിഷം കേസിൽ തീർക്കപ്പെടാം ഇത്തരം കേസുകളിൽ. ഷോക്കായിപ്പോയി ഞാൻ. ദൈവമേ, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പോക്സോ കേസ് എന്ന് പറയുന്ന അപകടം ഉണ്ടല്ലോ, ഭയാനകമാണ്. എങ്ങനെ ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ പോയി കുട്ടിയെ പഠിപ്പിക്കും?
എങ്ങനെ പഠിപ്പിക്കും? ഇപ്പം ഈ ലോകത്തെല്ലായിടത്തും ഈ ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇത് ഭീകരമാണ്, ഭയാനകമാണ്. എന്തായാലും ഈ പാലത്തായി കേസ് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയിരുന്ന ഭിന്നത അതിഭയാനകമാണ്. ഇത് വളരുകയേ ഉള്ളൂ. ഇതിന് അടിയന്തരമായി ഇത്തരം ഒരു സാഹചര്യം ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തരമായി നടപടികൾ ഉണ്ടാവണം. നീതി എല്ലാവർക്കും തുല്യമാണ്. ഏതെങ്കിലും മത തീവ്രവാദ ശക്തികൾ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ അവരുടെ രാഷ്ട്രീയ എതിരാളിയെ, മത എതിരാളിയെ ജയിലിലടയ്ക്കുന്ന തരത്തിലേക്ക് നിയമവ്യവസ്ഥയെ വളച്ചൊടിക്കേണ്ടി വരുന്ന സാഹചര്യം ഭയാനകമാണ്. നന്ദി, നമസ്കാരം.